വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ 3ാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മളുടെ അടുത്ത പോർഷൻ സംസ് ആണ്. സംസ് എന്നുള്ളൊരു പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ഈസിയാണ്, പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ കുറച്ച് ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ആ ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു പോർഷൻ ഭയങ്കര എളുപ്പമാണ്. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഫോർമുലയ്ക്ക് പഠിക്കാം. നിങ്ങൾ ബുക്കും പേനൊക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത്, പഠിക്കാൻ റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്. ആദ്യത്തെ ഫോർമുല സം ഓഫ് കോൺസിക്യൂട്ടീവ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനായിട്ടുള്ള ഫോർമുല. ആ ഫോർമുലയാണ് n × n+1/2. പഠിച്ചോ? എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആരാന്നറിയാലോ, 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞു പോകുന്ന നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പം എൻ്റെ അടുത്ത് പറയാണ് 1 2 3 4 ഈ പോകുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ടേം 20ആ. അപ്പം ഈ 20 ടേംസിൻ്റെ സം എന്താണ്, അല്ലെങ്കിൽ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം എന്താണെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് നമ്പേഴ്സ് അല്ലേ, വേറെ ആരും ഇടയ്ക്ക് കയറിയിട്ടില്ലല്ലോ. 1 2 3 4 പോയി 20 വരെയുള്ള നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. n × n+1/2 ചെയ്താൽ മതി. ഇവിടെ n എത്രയാ, എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 നമ്പേഴ്സ് ഉണ്ട്. ഇൻറ്റു n+1 20 + 1 21/2. അപ്പോൾ ഇത് എത്ര കിട്ടും? 420/2. അപ്പോൾ 210 എന്ന് കിട്ടും. ഇതായിരിക്കും 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? n × n+1/2 ഉപയോഗിക്കാം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, എത്ര ടേംസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ആദ്യത്തെ ഫോർമുല പഠിച്ചോ? ഇപ്പം തന്നെ പഠിക്കണം കേട്ടോ. രണ്ടാമത്തത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ n ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ ഫോർമുല പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പോലെയല്ല ഈ ഫോർമുല ഞാൻ തരാൻ പോകുന്നത്, പക്ഷേ രണ്ടും ഒരേ ആൻസർ ആയിരിക്കും തരുന്നത്. അപ്പം നിങ്ങൾ അയ്യോ ഇത് ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. രണ്ടും സെയിം ആണ്, രണ്ടും ചെയ്താൽ ഒരേ ആൻസർ ആയിരിക്കും കിട്ടുക, ഒരേപോലത്തെ ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഫോർമുലയാണ്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ഫോർമുലയായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ ഫോർമുല ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അതാണ് ഈസിയെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന ഫോർമുല ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ നമ്മളുടെ ഫസ്റ്റ് n ടേംസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ സമ്മ് അല്ലെങ്കിൽ ആദ്യത്തെ 10 ടേംസിൻ്റെ സമ്മ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? SN സം ഓഫ് n ടേംസ് ഈസ് ഈക്വൽ ടു n/2 × 2a + n-1 × d. കുറച്ച് ലെങ്തി ആയിട്ട് തോന്നാം നിങ്ങൾക്ക്, പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. എന്താ ഫോർമുല? എൻ്റെ കൂടെ പറഞ്ഞേ, n/2 × 2a + n-1 × d. ഇതിനകത്ത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, എത്ര ടേംസ് ഉണ്ടെന്ന്. ഓക്കെ, എന്ത് ടേം അല്ല, എന്ത് ടേം ഏതാന്നല്ല, എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, അതാണ് n. a എന്ന് പറയുന്നയാള് ഫസ്റ്റ് ടേം ആണ് കേട്ടോ, ഫസ്റ്റ് ടേം. ആദ്യത്തെ ആൽഫബറ്റ് അല്ലേ എ എന്ന് പറഞ്ഞ പോലെ എ ഫസ്റ്റ്. നമ്മൾ ഓൾജിബ്രാക് ഫോം പഠിച്ചപ്പോൾ ഈ എ ആരായിരുന്നു? കോമൺ ഡിഫറൻസ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അത് അവിടെ മാത്രമാണ് ഈ എ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഓഫ് ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ എന്നും ഈ എന്നും സെയിം ആളാണ്. ഡി ആരാണ്? ഡി കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുക. 1 3 5 7 ഇങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് അല്ലേ. അപ്പോൾ എനിക്കൊരു 21 ആണ് എൻ്റെ ലാസ്റ്റ് ടേം ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 21 ആണ് എൻ്റെ ലാസ്റ്റ് ടേം, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം തന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു സീക്വൻസിൽ ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. അപ്പം നമുക്ക് എത്ര ടേം ഉണ്ട് ഈ സീക്വൻസിൽ? 10 ടേം ഉണ്ട്. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. SN = n/2 × 2a + n-1 × d. ഇപ്പം തന്നെ സൈഡിൽ എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കല്ലേ, തെറ്റിപ്പോകും. ഇത് നിങ്ങൾ നോക്കി എഴുതി സൈഡിൽ ഒരു 10 തവണ എഴുതി ഇപ്പം തന്നെ കാണാപ്പാഠം പഠിക്കണം, എന്നാലേ നമ്മൾ ബാക്കി ചെയ്യുന്നുള്ളൂ. പഠിച്ചേ, വേഗം പഠിച്ചേ.
അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n എത്ര ഇവിടെ 10 നമ്പേഴ്സ്. അപ്പോൾ 10/2 10/2 ഇൻറ്റു 2a 2 ഇൻറ്റു a ആരാ ഫസ്റ്റ് ടൈം, ഇവിടുത്തെ ഫസ്റ്റ് ടൈം 1 അല്ലേ, 1 പ്ലസ് n-1 n-1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ n 10 ആണ്. അപ്പം 10-1 ഇൻറ്റു d ആരാ കോമൺ ഡിഫറൻസ്, എത്രയാ കോമൺ ഡിഫറൻസ് 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10/2 എത്രയാ 5 ഇൻറ്റു 2 ഇൻറ്റു 1 2 പ്ലസ് 10-1 9 ഇൻറ്റു 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു, ഇനി അകത്ത് നോക്കിക്കുക എന്താ സംഭവിച്ചേ, 9 ഇൻറ്റു 2 18 അല്ലേ, 2 പ്ലസ് 18 എത്രയാ 20. ഇപ്പോൾ 5 ഇൻറ്റു 20 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 20 എത്രയാ 100. എന്ന് വെച്ചാൽ ഈ 1 3 5 7 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 10 ടേംസിന്റെ സം എത്രയായിരിക്കും 100 ആയിരിക്കും. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ഫോർമുല നമുക്ക് പഠിക്കാനുള്ളത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് of an arithmetic sequence if first term and last term is given. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 10 അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് നമ്പേഴ്സിന്റെ n ടേംസിന്റെ സമ്മാണ്. ഇവർ രണ്ടുപേരും സെയിം ആൾക്കാരാണ്. ഡിഫറൻസ് എന്താണ്, ഇവിടെ കോമൺ ആയിട്ട് ഏതിനും ഉപയോഗിക്കാവുന്ന ഫോർമുലയാണ് ഇത്. ഈ ഒരു കേസിലും നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പക്ഷെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇവിടെ ഒരു കേസ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. nth ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഈ സമ്മ് കണ്ടുപിടിക്കാം. ആ സമ്മാണ് n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതിനകത്തെ x1 എന്ന് പറയുന്നയാൾ ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, xn എന്ന് പറയുന്നയാള് ലാസ്റ്റ് ടേം ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തൊരു പോർഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ഈ 3 മനസ്സിലാക്കുക, പഠിക്കുക. ഈ ഒരു ഫോർമുല ഇപ്പം തന്നെ കാണാതെ പാഠം പഠിക്കണം, എന്നാലേ ബാക്കി ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ വേഗം പഠിച്ചിട്ട് വായോ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ പേജ് നമ്പർ 71 എക്സർസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആദ്യത്തെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ്. ആദ്യത്തെ സീക്വൻസ് നമുക്ക് തന്നിരിക്കുന്നത് 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് എക്സെട്ര 70 വരെ. ഓക്കെ, അപ്പോൾ 51 തൊട്ട് 70 വരെയുള്ള നമ്പേഴ്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതാണ് നമ്മളുടെ ഫോർമുല? SN ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്കറിയാം. അപ്പം നമുക്ക് ഏത് ഫോർമുല ഉപയോഗിച്ചാൽ മതി? മൂന്നാമത് പഠിച്ച ഫോർമുല ഉപയോഗിച്ചാൽ മതി. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ n എത്രയാ മക്കളെ? n എത്രയാ? 51 തൊട്ട് 70 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 20 നമ്പേഴ്സ് ഉണ്ട്. ഇനി അതാണ് അപ്പോൾ n 20 ടേംസ് ആണ് ആ ഒരു സീക്വൻസിലുള്ളത്. ഇനി x1 എത്രയാണ്? ഇവിടെ x1 51 ആണ്, xn 70 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n/2 n 20 ആണ്. അപ്പോൾ 20/2 ഇൻറ്റു x1 51 xn 70. ദാറ്റ് ഈസ് ഈക്വൽ ടു 20/2 10 ആണ്. 10 ഇൻറ്റു 51 പ്ലസ് 70 എന്ന് പറഞ്ഞാൽ 121 1210 എന്ന് കിട്ടും. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇതാണോ മറ്റേതാണോ ഉപയോഗിക്കാൻ എന്താണ് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ മറ്റേത് വെച്ചിട്ടാണെങ്കിലും കണ്ടുപിടിച്ചോളൂ. മറ്റേ ആദ്യത്തെ നമ്മളുടെ ഫോർമുല, അതാണ് ജനറൽ ഫോർമുല. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇതായിരുന്നു ആദ്യത്തെ ഫോർമുല. ഇത് വെച്ചിട്ട് കണ്ടുപിടിച്ചാലും ഇതല്ലേ കിട്ടുന്നതെന്ന് നോക്കിക്കേ. ഇവിടെ n 20 തന്നെയാണ്. a ഫസ്റ്റ് ടൈം, ഇവിടുത്തെ ഫസ്റ്റ് ടൈം 51 ആണ്. d കോമൺ ഡിഫറൻസ് എത്രയാ? 1 ആണ്. ഓക്കെ, ചെയ്യാം. n/2 20/2 ഇൻറ്റു 2 ഇൻറ്റു a, അതായത് 2 ഇൻറ്റു 51 പ്ലസ് n-1 20 മൈനസ് 1 19 ഇൻറ്റു d 1. അപ്പോൾ 20/2 10 ആണ്. ഇൻറ്റു 51/2 102 ആണ്. പ്ലസ് 19 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 102
പ്ലസ് 19 എന്ന് പറയുന്നത് 121 തന്നെയാണ്. അപ്പോൾ നമുക്ക് 1210 എന്ന് കിട്ടും. കണ്ടോ, സെയിം ആൻസർ അല്ലേ കിട്ടിയേ. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇതിനകത്ത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്ക് അറിയാവുന്നതുകൊണ്ട് ബെറ്റർ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും സ്റ്റെപ്സിൻ്റെ ആവശ്യമില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത നോക്കാം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഫോർമുല കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമ്പർ ഓഫ് ടേംസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ മേലെ. xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. ഇതൂടെ ഒന്ന് പഠിക്കാവോ? അപ്പം നമുക്ക് 4 ഫോർമുല ആകുവേ. 3 ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചു. ഇതൂടെ പഠിച്ചോ. ഇതാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇപ്പം മുമ്പത്തെ കേസിലാണെങ്കിൽ xn ഏതായിരുന്നു? 70 ആയിരുന്നു. മൈനസ് x1 ഏതായിരുന്നു? 51 ആയിരുന്നു. ഡിവൈഡഡ് ബൈ d 1 ആയിരുന്നു. പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ആയിരുന്നു നമ്മുടെ ആൻസർ. നോക്കാൻ കിട്ടുന്നുണ്ടോന്ന്. 70 മൈനസ് 51 എന്ന് പറഞ്ഞാൽ 19 ബൈ 1 19 ആണ്. പ്ലസ് 1 20 അല്ലേ കിട്ടിയേ. കണ്ടോ, ഇതാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇതുകൂടെ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മൂന്നാമത്തെ ഫോർമുല ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ ഉള്ളത് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 and 1/2 പ്ലസ് 2 and 1/2 പ്ലസ് എക്സെട്രാ പ്ലസ് 12 and 1/2. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഫോർമുല ഉപയോഗിക്കണ്ടേ? Sn is equal to n/2 into x1 പ്ലസ് xn. ഇത് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് ടേംസ് വേണം. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഫോർമുലയുണ്ട്. അത് വെച്ചിട്ട് നമ്പർ ഓഫ് ടേംസ് നമുക്ക് കണ്ടുപിടിക്കാം. xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഓക്കെ, xn ആരാ ഇവിടുത്തെ? 12 and 1/2 മൈനസ് x1 ആരാ ഇവിടുത്തെ? 1 and 1/2 ഡിവൈഡഡ് ബൈ d. കോമൺ ഡിഫറൻസ് എത്രയാ വരിക? 1.5 നിന്ന് 2.5 എത്രയാ? 1 അല്ലേ. അപ്പോൾ ഒരു 1 ആണ് കോമൺ ഡിഫറൻസ്. പ്ലസ് 1. അപ്പോൾ 12 1/2 മൈനസ് 1 1/2. ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യാനായിട്ട് നമുക്കറിയാം അല്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. 2 into 12 എത്ര വരിക? 24. 24 പ്ലസ് 1 അപ്പം 25. ഇത് 25/2 ആകും. ഡിനോമിനേറ്റർ സെയിം. ഇതോ 2 into 1 2 2 പ്ലസ് 1 3 3/2. ഓക്കെ, അപ്പോൾ 2 കോമൺ ആയിട്ട് എടുക്കുക. 25 മൈനസ് 3 എന്ന് വരും 22. 22/2 എത്രയാ? 11. ഓക്കെ, അപ്പോൾ ഇത് 11 വരും. 11/1 അത് 11 തന്നെ. പ്ലസ് 1. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്? 12 ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? n 12 ആണ്. 12 ടേംസ് ആണ് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത്. അല്ലെങ്കിൽ നമുക്കറിയാം 1.5 തൊട്ട് 12 വരെ 12 ടേംസ് ആണെന്നുള്ളത് അറിയാം. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി മുന്നോട്ട് വരുന്നതിനകത്ത് ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ തന്നാണേ. അപ്പോൾ n ഈക്വൽ ടു 12 ആണ്. പിന്നെ എന്തുണ്ട്? x1 എന്ന് പറയുന്നത് 1 and 1/2 ആണ്. xn എന്ന് പറയുന്നത് 12 and 1/2 ആണ്. ഓക്കെ, ചെയ്യാം. അപ്പോൾ നമ്മളുടെ സം Sn is equal to n/2 into x1 plus xn. n/2 n ഏതാ? 12/2 into x1 1 and 1/2 plus 12 and 1/2. That is equal to 6. ഇവിടെ 1 and 1/2 plus 12 and 1/2 ആകുമ്പോൾ ഇത് പ്ലസ് ആകും അല്ലേ. അപ്പോൾ ഇത് പ്ലസ് ആകും. അപ്പോൾ എന്ത് വരും? എന്ത് വ്യത്യാസം വരും? 25 പ്ലസ് 3 28 വരും. അപ്പോൾ എത്ര വരും? 14 ആൻസർ വരും കേട്ടോ. അപ്പോൾ 6 into 14 വരും 84 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ സം എത്രയാ? 84. ഇവിടെ ഈ സ്റ്റെപ്പ് വേണമെന്ന് നിർബന്ധം ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് കാണുമ്പോഴേ 12 ടേംസ് ആണെന്ന് മനസ്സിലാവുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ബാക്കി ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചെയ്യാം. അടുത്തത് മൂന്നാമത്തെ 1/2 1 and 1/2 2 and 1/2 പ്ലസ് എക്സെട്രാ പ്ലസ് 12 and 1/2. മുമ്പേ തന്ന സീക്വൻസിലേക്ക് ഒരു സെറ്റ് ഓഫ് ആൾക്കാരോട് കൂടിയിട്ടുണ്ട്. മുമ്പേ 1.5 2.5 ഇവർ മാത്രമേ ഉള്ളായിരുന്നു. 1.5 2.5 3.5 അവർ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ വേറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുമ്പത്തേതിനകത്ത് 12 ടേംസ് ആയിരുന്നു. ഇതിനിടയ്ക്കോട്ട് എത്ര പേരുടെ കൂടിയിട്ടുണ്ട്? 12 ടേംസ് കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 24 ടേംസ് ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ലൈക്ക് എന്താണ് അത്
ഇനി നിങ്ങൾക്കത് 24 ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ 24 വെച്ചിട്ട് നമുക്കങ്ങ് ചെയ്യാം. Sn is equal to n/2 into x1 plus xn is equal to n 24 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. x1 1/2, xn 12 1/2. ഓക്കെ, ചെയ്യാം. n/2 24/2 into x1 1/2 plus 12 1/2 അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 24/2 എത്രയാ? 12 അല്ലേ? ഇൻറ്റു ഇത് നമ്മൾ മുമ്പേ ചെയ്തായിരുന്നു അല്ലേ? അല്ല, അത് നമ്മൾ ചെയ്തതല്ല. 12 plus 12 and 1/2 സോറി ഹാഫ് പ്ലസ് 12 and 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് ഇത് എത്രയാ? 2 into 12 24 plus 1 25/2. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം, 1 plus 25 26. ഇപ്പോൾ എത്ര വരും? 13 വരും. ഇപ്പോൾ 12 into 13, 12 into 13, 3 2s are 6, 3 into 1 3, 1 2s are 2, 1 into 1 1. സോ 156 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ചെയ്യാം. ഈ 24 കിട്ടാത്തവർ എന്നാ ചെയ്യണം? നമ്മളുടെ എന്താ നമ്പർ ഓഫ് ടേംസിൻ്റെ ഫോർമുല xn മൈനസ് x1/d പ്ലസ് 1 വെച്ചിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. ശരി, അടുത്ത ചെയ്യാം. 4 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 പ്ലസ് എക്സെട്ര പ്ലസ് 201/101. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല അറിയാലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഈക്വൽ ടു xn മൈനസ് x1/d പ്ലസ് 1. ഈ 101നെ നമ്മളിപ്പോൾ എടുക്കുന്നില്ലായേ, 101 അവസാനം ആൻസറിലുണ്ടാവും, പക്ഷേ 101 അവിടെ മാറിയിരിക്കട്ടെ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് 1 3 5 എക്സെട്ര 201 വരെയുള്ള സീക്വൻസ് ആണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ xn ഏതാണ്? 201. x1 1/d എത്രയാ? കോമൺ ഡിഫറൻസ് എത്ര വരും? 2 പ്ലസ് 1. അപ്പോൾ നമുക്കിവിടെ ഇതിന് മുമ്പ് ഒന്ന് എഴുതി വെക്കണം. കൺസിഡർ ദ സീക്വൻസ് 1 3 5 എക്സെട്ര 201. അവരുടെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ 101 ഇപ്പം നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, സോ ഇതെത്ര വരും? 201 മൈനസ് 1 200/2 പ്ലസ് 1. 200/200 ആണ്, പ്ലസ് 1 101 ടേംസ്. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് എത്രയായി? 101 ആയി. ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് അറിയാം. ചെയ്യാം. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടുത്തെ n 101 ആണ്. x1 ഏതാണ് സീക്വൻസിലെ? 1 ആണ്. xn ഏതാണ് സീക്വൻസിലെ? 201 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 101/2 ഇൻറ്റു x1 പ്ലസ് 201. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവനെ അങ്ങനെയേ നിർത്തുക. ഇൻറ്റു ഇതെത്ര വരും? 201 പ്ലസ് 202. ഇനി ഇവരെ രണ്ടുപേരും നമുക്ക് കട്ട് ചെയ്ത് കളയാം. എങ്ങനെ? 2 ഇതിനെ രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 1s are 2. ഇതിനെയോ 202നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 101 വരും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 101 ഇൻറ്റു 101 ഇത് പോയി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 101 ഇൻറ്റു 101 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 10,201 ആണേ. ചെയ്ത് നോക്കണം കേട്ടോ. 10,201. അപ്പോൾ ഇതല്ലേ നമ്മളുടെ സമ്മ്? തോന്നില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിച്ചായിരുന്നോ? ഡിനോമിനേറ്റേഴ്സിനെ ഉപേക്ഷിച്ചിട്ടാണ് വന്നേ. അപ്പോൾ നമ്മളുടെ സമ്മിൽ അവരോട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫൈനൽ സം എന്ന് പറയുന്നത് ആരായിരിക്കും? 10,201 ഡിവൈഡഡ് ബൈ 101 ആയിരിക്കും. ഇത് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിക്കേ. 10,201 ഡിവൈഡഡ് ബൈ 101. 1 ഇൻറ്റു 101 101. ഇത് വീണ്ടും 101 വരും അല്ലേ? അപ്പോൾ 0 1. ഇതെന്തുകൊണ്ടാണ് ഈ 0 ഇടുന്നതെന്ന് അറിയാലോ അല്ലേ? ഇതെന്ന് ഈ ഡിവിഡൻറ്റിൽ നിന്ന് ഒരേ സമയത്ത് നമ്മൾ എന്തെടുത്തു? ഈ രണ്ട് നമ്പേഴ്സിനെയും താഴേക്ക് ഇറക്കി എഴുതുമ്പോഴാട്ടോ ഈ 0 ഇടുന്നത്. ഫൈൻ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 101 എന്ന് കിട്ടും. അതാണ് ആ നമ്പേഴ്സിൻ്റെ സമ്മ്. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ, നമ്മൾ ചെയ്തത് നമ്മളുടെ പേജ് നമ്പർ 71ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ.
ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ച 4 ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ് വളരെ. ആ ഒരു 4 ഫോർമുല അറിയാമെങ്കിൽ മുന്നോട്ട് നമുക്ക് ചെയ്യാനായിട്ട് വളരെ ഈസി ആട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് കാണാം. നോട്ട്സ് ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയയ്ക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയയ്ക്കുക, കമൻ്റ് ആയിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.